എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു സാധാരണ കോവയ്ക്ക മെഴുക്കുപുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മസാലയൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മെഴുക്കുപുരട്ടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നും നോക്കാം. ഇവിടെ ഏകദേശം 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, 2 ഇടത്തരം വലിപ്പമുള്ള സവോള, കുറച്ച് കറിവേപ്പില, തേങ്ങാക്കൊത്തിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളത്തിലേക്കാണ് ഈ കോവയ്ക്ക അരിഞ്ഞിട്ടത്. 8 കഷ്ണങ്ങളാക്കിയിട്ടാണ് കോവയ്ക്ക അരിഞ്ഞത്. ഇതുപോലെ വെള്ളത്തിലേക്ക് കോവയ്ക്ക അരിഞ്ഞിടുകയാണെങ്കിൽ കറയൊക്കെ മാറി ഒന്നുകൂടെ ടേസ്റ്റുള്ള കറി നമുക്ക് കിട്ടും. പഴുത്തുപോയതും മൂത്തതുമായ കോവയ്ക്കയൊന്നും കറിയിലേക്ക് ചേർക്കുന്നില്ല. ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് കുറയും. കറിക്ക് വേണ്ട കൂട്ടുകളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇവിടെ 2 മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി മൂത്ത് വരുമ്പോൾ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വേണം മെഴുക്കുപുരട്ടി വേവിച്ചെടുക്കാൻ. ഒരു 4-5 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇവിടെ ഇപ്പോൾ മെഴുക്കുപുരട്ടി ഏകദേശം പകുതി പാകമായി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടെ അടച്ചു വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിട്ടും കാണാനും കുറച്ചുകൂടെ നല്ലതായിട്ട് വരും. എൻ്റെ റെസിപ്പീസും ടിപ്സും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കിക്കോളൂ. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.